ഇന്ത്യയിൽ എന്തുകൊണ്ട് നമ്മൾ വാസ്തു തീർച്ചയായിട്ടും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഹിമാലയങ്ങളാൽ ഉയർന്നു നിൽക്കുന്നു, നമ്മുടെ കന്നി സമുദ്രത്തിൽ താഴ്ന്ന് കുഴി. അപ്പോൾ വാസ്തു അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യക്കുള്ളിലുള്ള കേരളവും തമിഴ്നാടാണെങ്കിലോ വെസ്റ്റേൺ ഗാട്സ്, ഈ വെസ്റ്റേൺ ഗാട്സിന്റെ വലത് സൈഡാണ് തമിഴ്നാട്. സോ അവരുടെ കന്യഭാഗത്ത് വെസ്റ്റേൺ ഗാട്സ് വരുന്നു, അവരുടെ നോർത്ത് ഈസ്റ്റ് കടലായി വരുന്നു. സോ അവർക്ക് എക്കണോമിക്കലി നല്ല ഗ്രോത്തുമാണ് അവിടെ. അതേസമയത്ത് നമുക്ക് വെസ്റ്റേൺ ഗാട്സ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പോയി മലകളായും സൗത്ത് തിരിച്ച് കടലായി വരുന്നു. നമുക്ക് ദുബായ് എന്നുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നമുക്കത് ആലോചിച്ച് നോക്കും. വാസ്തു ഇന്ത്യയിൽ തീർച്ചയായിട്ടും പാലിക്കപ്പെടണം. പക്ഷേ ഇതേ സമയത്ത് യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നോർത്ത് ഈസ്റ്റ് കടലും പിന്നീട് ലാൻഡുമാണ്. ഇങ്ങനെ ഓരോ പിന്നെ അതുപോലെ തന്നെ വാസ്തു എന്നുള്ള സൂര്യൻ്റെ ഒരു കാരകുത്വം കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ലാറ്റിറ്റ്യൂഡ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭൂമിരേഖയ്ക്ക് മേളിലും കൂടിയാണ് ഇന്ത്യ. അപ്പം നമുക്ക് കിട്ടുന്ന സൂര്യൻ്റെ അപ്രോച്ച് അല്ല സ്വിറ്റ്സർലാൻഡിൽ കിട്ടുന്നത്, ന്യൂസിലാൻഡിൽ കിട്ടുന്നത്, ദുബൈയിൽ കിട്ടുന്നതായിരുന്നാലും ഓസ്ട്രേലിയയിൽ കിട്ടുന്നതായിരുന്നാലും ശരി, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നത് നമുക്ക് ഓരോ ഭാഗത്തും സൂര്യൻ്റെ അപ്രോച്ച് വ്യത്യസ്തമായിരിക്കുന്നു. അത് വെച്ചാണ് അവിടെ വാസ്തുവിൻ്റെ കൂടുതൽ പരിഗണനകൾ നമ്മൾ എടുക്കേണ്ടത്.